ഓക്കെ സർ. അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യപരിപാടികൾ തുടങ്ങാം. ഈ കോവിഡ് കാലമായതുകൊണ്ട് നമ്മുടെ ഈ 4-ാം ശനിയാഴ്ചകളിലെ പ്രോഗ്രാമിന് മുടക്കം ഉണ്ടാവരുത്. പതിവായിട്ട് ഈ പ്രോഗ്രാം നമുക്ക് ശരിക്കും തന്നെ കൊണ്ടു നടത്തണം എന്നുള്ള ചിന്തയുടെ പേരിലാണ് ഈ പ്രോഗ്രാം വെച്ചത്. ആദ്യമായിട്ട് ഈ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇപ്പം കോവിഡിന്റെ സമയമാണ്. ഇങ്ങനെയൊരു മഹാമാരി ഇതുവരെ ലോകത്തിലുണ്ടായിട്ടില്ല. ആളുകൾ പറഞ്ഞ എല്ലാം ന്യൂ നോർമൽസ്, അതായത് നമ്മുടെ പ്രവർത്തന രീതികള്, പെരുമാറ്റ രീതികളെല്ലാം ഒരു പുതിയ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു, നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഈ രോഗം പൊന്നും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശാന്തി ആയിട്ടില്ല ഇതൊരു ലോകത്തില്. വാക്സിനൊക്കെ ഉണ്ടാക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാക്സിൻ എന്നത്തേക്ക് മാർക്കറ്റിലെത്തുന്നുള്ള എല്ലാം ഇപ്പോൾ ഒരു സ്പെക്കുലേഷനാണ്. അതായത് അതേക്കുറിച്ചൊരു ഫേമായിട്ട് പറയുന്നില്ല. ചിലർ പറയുന്നുണ്ട് അടുത്ത 3 മാസത്തിനുള്ളിൽ, ചിലർ പറയുന്നുണ്ട് അടുത്ത ജൂണിനുള്ളിൽ, ചിലർ പറയുന്നുണ്ട് അടുത്ത ജൂലൈക്കുള്ളിൽ. ഏതായാലും വാക്സിൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ മനുഷ്യൻ പുതിയ രീതികൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പം കാണുന്നുണ്ട് ഈ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ലോകത്തില്. അതായത് ഈ രോഗം എങ്ങനെ അഫക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഈ വൈറസ് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളെ അഫക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഓക്സിജന്റെ ലെവൽ കുറയുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോക്ക് ഇതേക്കുറിച്ചാണ്, സെമിനാർ ഇതേക്കുറിച്ചാണ്. അതായത് കൃത്രിമ ശ്വാസപ്രധാന സാമഗ്രി, അതിനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. വെന്റിലേറ്ററിന് കോവിഡ് കാലത്തെ ഉപയോഗം നമ്മളൊക്കെ ഈ രോഗം വന്നപ്പോൾ വായിക്കുകയും പത്രമാസികളിൽ നിന്ന് കേട്ടറിവ് ഉണ്ടായി. ഈ രോഗം വന്നതിൽ ഏകദേശം ഒരു 80% ആളുകൾ അധികം ചികിത്സയൊന്നും ഇല്ലാതെ ഇതിന് രക്ഷപ്പെടുകയാണ്. അവനവന്റെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിരുന്നാൽ, ഇമ്മ്യൂൺ മെഷേഴ്സ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മനുഷ്യന് ഈ രോഗത്തിനെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കും. ഏകദേശം ഒരു 20% ആളുകൾ, അതായത് മറ്റു രോഗങ്ങളുള്ള ആളുകൾ, 60 വയസ്സിൽ കൂടുതൽ, അതായത് വയസ്സായ ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ അവരുടെ ശ്വാസകോശത്തെയാണ് ബാധിച്ചത്. അപ്പൊ അന്ന് രാജ്യത്തുണ്ടായിരുന്നൊരു വലിയ പ്രശ്നമാണ് വെന്റിലേറ്റർ ഫെസിലിറ്റി, അതായത് കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിനുള്ള സംവിധാനം. ആശുപത്രികളിലൊക്കെ ICU ഉള്ള ആശുപത്രികളിൽ തന്നെ വെന്റിലേറ്ററിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്ന വെന്റിലേറ്ററിന്റെ 10 ഇരട്ടി അധികം ഉണ്ടായാൽ തന്നെ ഈ രോഗത്തെ നമുക്ക് രോഗികളുടെ എണ്ണവും ഇതുമായിട്ട് ഈ ഉപകരണത്തിന്റെ ആവശ്യം വരുന്ന രോഗികളുടെ എണ്ണവും ഉപകരണത്തിന്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള സാമഗ്രികളുടെ 10 ഇരട്ടിയിലധികം രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറി. പല രാജ്യങ്ങളിലും ഈ അസുഖം വന്നിടയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി. ഇറ്റലിയിലൊക്കെ ഈ വെന്റിലേറ്റർ ഫെസിലിറ്റി കിട്ടാത്ത കാരണം ശ്വാസം മുട്ടി മരിക്കുന്ന രോഗികൾ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് പോകേണ്ടി വന്നില്ല. കാരണം നമ്മുടെ സർക്കാരുകൾ ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഏതായാലും കേരളത്തില് വെന്റിലേറ്റർ ഫെസിലിറ്റി ഇല്ലാത്ത കാരണം രോഗി മരിച്ചു നമ്മൾ കേട്ടില്ല. മറ്റു അസുഖങ്ങളുള്ള കാരണം രോഗി മരിക്കുക, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, രോഗം ഭേദമായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നുണ്ടെങ്കിൽ ഒരു സമയം എടുക്കും. മനസ്സിലായില്ലേ? രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് എത്ര രോഗികളുണ്ടോ അതിനേക്കാൾ കൂടുതൽ നാളെ, അങ്ങനെ ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വെന്റിലേറ്റർ അവൈലബിൾ ആവുന്ന, ഇപ്പൊ ഇന്നുള്ള വെന്റിലേറ്റർ നമുക്കിനി ഒരു രോഗിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെന്റിലേറ്റർ അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ സമയം എടുക്കും. മനസ്സിലായില്ലേ? അപ്പം ഇന്നൊരു രോഗിക്ക് നമ്മളൊരു വെന്റിലേറ്റർ സംവിധാനം കൊടുക്കുകയാണെന്നൊരിക്കലും ചിലപ്പം ആ രോഗിയെ അതിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പം 10 15 3 ആഴ്ച വരെ സമയം എടുക്കും. അപ്പൊ അത്രയും നേരത്തേക്ക് ഈ വെന്റിലേറ്റർ ആ ഒരു രോഗിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പുതുതായിട്ട് വരുന്ന രോഗികൾക്ക് കൊടുക്കാനില്ലാണ്ടൊരു അവസ്ഥ എത്തും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ലോകത്തിലുള്ള പല രാജ്യങ്ങളും നേരിട്ടു. അങ്ങനെയാണ് ഈ രോഗം വന്ന് മരിച്ച ആളുകളുടെ എണ്ണം കൂടാനൊരു കാരണം അതാണ്. അപ്പൊ ഇന്ന് നമ്മളോട് ഇതേക്കുറിച്ച് ശ്രീ K. സുരേഷ് നമ്മളോട് സംസാരിക്കും.
അദ്ദേഹം ഇപ്പൊ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഒരു ഹെൽത്ത് കെയർ ടെക്നോളജി സിസ്റ്റംസ് ആൻഡ് സർവീസസ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. നമ്മുടെ ലൈബ്രറി പ്രവർത്തകനായ ശ്രീ അവിനാഷിന്റെ ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പൊ ഈ അവതാരകനെ കുറിച്ച് അവിനാഷ് നമ്മളോട് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കും. അപ്പൊ അദ്ദേഹം ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് സംസാരിക്കും. അപ്പം നമ്മുടെ അവതാരകനെ പരിചയപ്പെടുത്താനായി ഞാൻ അവിനാഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ എൻ്റെ ടീച്ചിങ് കരിയറിൻ്റെ സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കഴിഞ്ഞ് കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് ഞാൻ സുരേഷ് സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം സാറ് അവിടുന്ന് വിട്ടുപോകുന്നവരെ സാർ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറ് തിരിച്ച് CDIT-ലാണ് തിരിച്ചു പോയി ജോയിൻ ചെയ്തത്. സാറ് 5 years he has spent on teaching in engineering colleges in Kerala and Tamil Nadu. Sir basically is from Vadagara, and he has done his graduation from VTU University, Mysore, in biomedical engineering. അപ്പം സാറായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഐ എം വെരി താങ്ക്ഫുൾ. ആൻഡ് സാറ് കഴിഞ്ഞ വർഷം, ഐ എം നോട്ട് ഷുവർ വിച്ച് ഡേ ഓർ വിച്ച് മന്ത്, ബട്ട് കഴിഞ്ഞ വർഷം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു ഹെൽത്ത് കെയർ സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ട് ബയോമെഡിക്കൽ പ്രവർത്തനമായിട്ട്. ഹി ഈസ് ഗോയിങ് ഫോർവേഡ് വിത്ത് ഇറ്റ്. സോ without much ado, I would like to introduce the speaker, Mr. Suresh KS, and hand over the mic to him. So he will talk about ventilators and their importance during COVID. Thank you. Over to you, sir. Thank you, Mr. Avinash. Am I audible? Yes, you are audible. ആദ്യമായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, എൻ്റെ സുഹൃത്ത് അവിനാഷ് സാർ, ബാക്കിയുള്ള സഹൃദയനെ, പുസ്തകപ്രേമികളെ, ആദ്യമായി നമ്മുടെ വായനശാലകളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നോളജ് ഷെയറിംഗ് ആണ്. അതായത് നമ്മുടെ വിജ്ഞാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഒരു നേരിട്ടുള്ള ഇൻട്രാക്ഷനാണ്. നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ടും പറയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഈ കൂടെ കണക്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ നോളജ് ഷെയറിംഗ് ഉള്ളത്. ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാലും ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ നമ്മൾ പോസിറ്റീവായി എടുക്കാം. കാരണം ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോഴാണ് പൂർണ്ണമായി വന്നത്. കാരണം എറണാകുളത്തുള്ള ഒരാൾക്കും തിരുവനന്തപുരത്തുള്ള എനിക്കും അമേരിക്കയിലുള്ള വേറൊരാളോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള വേറൊരു സുഹൃത്തിനോ ഒരുമിച്ച് ഒരേപോലെ ജോയിൻ ചെയ്ത് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അവസരം നേരത്തെ ഉണ്ട്, ഇപ്പോഴാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയൊരു പരിപാടി സ്ഥിരമായി സംഘടിപ്പിക്കുന്ന ഈ വായനശാല ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. അതുകൂടെ തന്നെ എന്നെ ഈ ഒരു അവസരം തന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് എൻ്റെ സുഹൃത്തായ അവിനാഷ് സാറിനോടും പ്രസിഡന്റിനോടും ജനറൽ സാറിനോടും സെക്രട്ടറിയോടും എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഒരു ഇൻട്രാക്റ്റീവ് നടത്താനുള്ളതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇൻട്രാക്ഷനുള്ള സൊല്യൂഷൻസ് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വെന്റിലേറ്റേഴ്സ് ആണ്. വെന്റിലേറ്റേഴ്സ് ഇപ്പം ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഉപകരണമാണ്. ഈ ഉപകരണത്തെ നിങ്ങൾ പരിചയപ്പെടുത്തുകയും കുറേ പേര് വളരെ സീനിയറായ ആൾക്കാർ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും. അവർക്ക് അറിയുന്ന കാര്യത്തിലൊന്നും പറയുകയായിരിക്കും, അവർ ക്ഷണിക്കുക. കുട്ടികളെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്തുകയും പിന്നീട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയെങ്കിലും വെന്റിലേറ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാകാം. പിന്നെ ഈ കോവിഡ് കാലത്തെ ആ ഒരു ഉപകരണത്തിൻ്റെ പ്രസക്തി, ഇത്രയും കാര്യങ്ങളാണ് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത്.
വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ റെസ്പിറേറ്റർ, ഒരു മെക്കാനിക്കൽ മാർഗം ഉപയോഗിച്ച് നമുക്ക് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം കൊടുക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. ഞാൻ ആദ്യം ഒരു ചെറിയൊരു തമാശ കൂടി ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബാബു പോൾ സാറിനെ. ബാബു പോൾ സാർ നമ്മുടെ പഴയ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ബാബു പോൾ സാറിന്റെ ഈ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. സാറ് സെക്രട്ടേറിയറ്റില് ഏതോ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരിക്കുമ്പം അദ്ദേഹത്തിന് ഒരു ഫയല് വന്നു താഴെ നിന്ന്. അതായത് നമുക്ക് സെക്രട്ടേറിയറ്റിൽ അറിയാം ഗവൺമെന്റിന്റെ പല മെത്തേഡുകളിലും പല ഫയലുകളിനകത്ത് കുരുങ്ങി പല കാര്യങ്ങളുണ്ട്. അപ്പം ഏതോ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു 10 വെന്റിലേറ്റർ, അവിടെ 2 വെന്റിലേറ്റർ പുതുതായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അയച്ചു. അത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വഴി സെക്രട്ടേറിയറ്റിലെത്തി. സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ സെക്രട്ടേറിയറ്റിലെ ആ ക്ലർക്ക് അതിനകത്ത് എഴുതി, ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു ബിൽഡിംഗ് പണിതതാണ്, ഇത് വെന്റിലേറ്റർ ഇല്ലാതാണോ ബിൽഡിംഗ് പണിതത്, ഇനി പിന്നെ എന്തിനാണ് വെന്റിലേറ്റർ വാങ്ങിക്കുന്നത്? കാരണം ആ സ്റ്റാഫിന് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെന്റിലേഷൻ, സാധാരണ റൂം വെന്റിലേഷൻ എന്നൊരു കൺസെപ്റ്റ് വെച്ചാണ് അദ്ദേഹം എഴുതിയത്. ഈ വെന്റിലേറ്റർ എന്നുള്ള ഉപകരണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചതാണ്, നടന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ ബാബുപോൾ സാറിന്റെ അനുഭവക്കുറിപ്പുകൾ വായിച്ചതാണ്. അപ്പം അങ്ങനെ വെന്റിലേറ്ററിനെ കുറിച്ച് നേരത്തെയൊക്കെ കുറെ എന്താണെന്ന് അറിയാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഈ പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വന്നപ്പോൾ എല്ലാവരും അതേക്കുറിച്ച് അവെയറായി. പിന്നെ നമ്മുടെ മെഡിക്കൽ രംഗത്ത് തന്നെ നമുക്കറിയാം കൂടുതൽ എല്ലാ എക്യുപ്മെന്റ്സും വളരെ നമ്മുടെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഈ ടെക്നോളജിക്കലി ലൈഫ് സേവിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനും മെഡിക്കൽ അസിസ്റ്റൻസ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേറ്റർ ആണ്. നമുക്കെല്ലാം അറിയാം നമ്മുടെ ഹാർട്ട് റേറ്റ് നമുക്കെല്ലാം അറിയാം. എത്രയാണത്? 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് നോർമലായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം പ്രവർത്തിക്കുന്നത്. ഇതേപോലെ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ നമ്മൾ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരു കറക്റ്റായിട്ട് എത്ര പേർക്ക് ആലോചിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക. സാധാരണഗതിയിൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ 10 മുതൽ 15 പ്രാവശ്യം വരെയാണ് ഒരു മിനിറ്റിൽ ബ്രീത്തിങ് ചെയ്യുന്നത്, ബോത്ത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ വളരെ കൂടുതലായിരിക്കും. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഒരു മിനിറ്റിൽ 50ഓ 60ഓ തവണ ബ്രീത്ത് ചെയ്യുന്നതാണ്. പിന്നീട് പ്രായം കൂടുന്തോറും അത് കുറഞ്ഞു വരും. സാറിന് ഒരു 12 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഇതൊരു 20ഓ 30ഓ തവണയായിരിക്കും. പക്ഷെ ഒരു അഡൽട്ട് ഏജിലേക്ക് വരുമ്പോൾ നമ്മളൊരു 10-15 ഒരു മിനിറ്റിൽ നമ്മൾ നോർമൽ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വളരെ ഒരു ദീർഘനിശ്വാസമൊക്കെ വിടും. ചില സമയത്ത് നമ്മൾ ഓടുകയോ അങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കിതയ്ക്കും. അതായത് കൂടുതൽ ബ്രീത്തിങ് നമ്പർ ഓഫ് ബ്രെത്ത് വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെ ഒരു ബോഡിയുടെ നാച്ചുറൽ മെക്കാനിസമാണ്. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ നൽകുന്നതിനുള്ള ഒരു നാച്ചുറൽ മെക്കാനിസമാണ്. ഈ ബ്ലഡിനകത്തേക്ക് ഓക്സിജന്റെ കുറവ് വരുമ്പോൾ തനിയെ തന്നെ ബോഡി അതിനെ റിയാക്ട് ചെയ്ത് നമ്മൾ ഓടുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ കിതയ്ക്കുന്നതൊക്കെ അതിൻ്റെ ഒരു മെക്കാനിസമാണ്. അപ്പം ഒരു വെന്റിലേറ്റർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ബോഡിയുടെ മെക്കാനിസത്തെയും മാക്സിമം കോംപ്രമൈസ് ചെയ്ത് നല്ല രീതിയിൽ ബോഡിക്ക് ഹാംഫുൾ അല്ലാതെയും കൊടുക്കാനുള്ള ഒരു കഴിവ് ആ സിസ്റ്റത്തിനുണ്ടാകുന്നു. അതാണ് ഒരു വെന്റിലേറ്റർ ഉണ്ടാക്കാനും വെന്റിലേറ്റർ ഉപയോഗിക്കാനും ഉള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരു 1-2 സ്ലൈഡിൽ 1-2 ഫോട്ടോസ് ഉണ്ട്. അപ്പൊ 1-2 ഇമേജസ് ഉണ്ട്. ഇമേജസിനെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു വരാം. സ്ലൈഡ് വിസിബിൾ ആണ്. ആണല്ലോ, കേൾക്കാമല്ലോ സാറേ അല്ലേ? കേൾക്കാമല്ലോ. ഓക്കെ. ഇതാണ് ഒരു ആംബു ബാഗ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഈ വെന്റിലേഷൻ നമ്മൾ കൊടുക്കുന്നതിന്റെ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സാധനമാണ് ആംബു ബാഗ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഒരു സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മോഡേൺ വെന്റിലേറ്റേഴ്സിന്റെ പിക്ചർ. ഇത് ഒരു വെന്റിലേറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇമേജസ്, പലരും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ സാധാരണ നമ്മൾ കാണാറുണ്ട്, നമ്മൾ വെള്ളത്തിൽ വീടുപോയ ഒരു ആളെ നമ്മൾ രക്ഷിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താണ് മൗത്ത് ടു മൗത്തിനോട് വെച്ച് നമ്മൾ ശ്വാസം പുറത്തോട്ട് അയാളുടെ ഉള്ളിലോട്ട് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് തള്ളി പുള്ളിക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്ന ഒരു പരിപാടി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മിനിയേച്ചർ സംഭവമാണ്, ഒരു ആർട്ടിഫിഷ്യൽ മെക്കാനിസമാണ് ആംബോ ബാഗ് എന്ന് പറയുന്നത്. ഈ ബാഗിന്റെ മുകളിൽ നിങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ആൾക്ക് ആവശ്യമുള്ള എയർ അയാളുടെ ലങ്സിലേക്ക് പമ്പ് ചെയ്തത് വായിക്കകത്തോട് വായ മൂക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഒരു മിനിയേച്ചർ വെന്റിലേറ്റർ. ഈ വെന്റിലേറ്റർ സിസ്റ്റത്തിനെ വളരെ എക്സ്റ്റൻസീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് ഈ പറയുന്ന ഈ മെക്കാനിസം. കൈകൊണ്ട് നമ്മൾ ഞെക്കുമ്പോൾ ആൾക്ക് ഈ എയർ കിട്ടുന്ന ഈ മെക്കാനിസം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോപ്രോസസർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി വളരെ കറക്റ്റ് കൃത്യതയോടെ കൊടുക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നത്. അതിന് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, എത്ര വോളിയം കൊടുക്കണം. നമുക്കറിയാം, ഈ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ലിറ്ററാണ്. 6 ലിറ്റേഴ്സ് ആണ് ഒരു സാധാരണ മനുഷ്യന്റെ ലങ് കപ്പാസിറ്റി. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുന്ന ശ്വസിക്കുന്ന വായുവിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 300 to 500 മില്ലി ലിറ്റർ. അപ്പം ഈ പറയുന്ന പോലെ ഇത്രയും മില്ലി ലിറ്റർ ശ്വാസം നമ്മൾ എടുക്കുന്നു, അത് നമ്മൾ പുറത്തേക്ക് വിടുന്നു. പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ എടുക്കുന്ന വോളിയം നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ആ എടുക്കുന്ന എത്ര പ്രഷർ കൊടുക്കണമെന്ന് കൺട്രോൾ ചെയ്യണം. നമുക്കറിയാം, നോർമലി നമ്മുടെ ബോഡിയിൽ ഈ വെന്റിലേഷൻ, അതായത് ബോഡിയിൽ നമ്മുടെ ഈ ഇൻഹലേഷൻ നടക്കുന്നത് ഈ നമ്മുടെ ബോഡിയിൽ ഒരു ഡയഫ്രം ഉണ്ട്. ഡയഫ്രം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അത് നമ്മുടെ നാച്ചുറൽ മെക്കാനിസം നടക്കും. പിന്നെ ഈ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? ഒന്ന്, ഈ ഡിസീസ്ഡ് കണ്ടീഷൻ. അതാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള കൊറോണ വൈറസ് വന്ന് കൊറോണ വൈറസ് ബോഡിയെ പല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് വൈദ്യശാസ്ത്രം പൂർണ്ണമായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ലങ്സ് ആണ് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഭാഗം. അപ്പം ഈ ലങ്സിനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് ഈ ലങ്സിന്റെ നോർമൽ ആയിട്ടുള്ള കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ അത് പ്രോബ്ലം ആകുന്നു. അപ്പം ലങ്സ് നോർമലി വർക്ക് ചെയ്യാതെ വരുമ്പം ഈ ആവശ്യമുള്ള ഓക്സിജൻ കണ്ടന്റ് ബോഡിക്കകത്തേക്ക് കിട്ടുന്നില്ല. അപ്പം ബ്ലഡില് ഓക്സിജൻ കണ്ടന്റ് കുറയുന്നു. ഇതാണ് കൊറോണ വൈറസ് കൊണ്ട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മെയിൻ സിംറ്റം. ചിലപ്പോൾ നമുക്ക് ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫംഗ്ഷനിങ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ആ സമയത്താണ് നമ്മൾ ഈ ബ്ലഡിലെ ഓക്സിജൻ കണ്ടന്റ്, അതിനാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം കേട്ടിട്ടുണ്ടോ? പൾസ് ഓക്സിമീറ്റർ. ഈ പൾസ് ഓക്സിമീറ്റർ ബ്ലഡിലെ ഓക്സിജന്റെ നമ്മൾ സാധാരണ എടുക്കാതെ തന്നെ, അതായത് ബോഡിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ ഓക്സിജൻ അറിയിക്കണം. അതിനുള്ള ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഈ പൾസ് ഓക്സിമീറ്റർ വെച്ച് എത്ര ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്, ഓക്സിജൻ കണ്ടന്റ് കുറവാണോ, ആ പേഷ്യന്റിന് കൂടുതൽ ഓക്സിജന്റെ ആവശ്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിനെ വെന്റിലേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അതാണ് ഒരു നോർമൽ വെന്റിലേഷന്റെ മെക്കാനിസം, അതായത് പേഷ്യന്റിന് റെഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെന്റിലേഷന് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്നാ അറിയാം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രാണവായുവിനകത്തുള്ള നമ്മുടെ ബോഡിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഓക്സിജനാണ്. അപ്പോൾ ഒരു വെന്റിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓക്സിജൻ അതേപടി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റില്ല. കാരണം അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജന്റെ കണ്ടന്റ് നമുക്കറിയാം ഏകദേശം 21% മാത്രമേ അന്തരീക്ഷ വായുവിൽ ഓക്സിജനുള്ളൂ. അപ്പൊ നമ്മളുടെ സാധാരണ ഗതിയിൽ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സ് ഫോം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഓക്സിജനെ അബ്സോർബ് ചെയ്യാനല്ല. ഈ പറയുന്ന പോലെ ഒരു പാർഷ്യൽ ഓക്സിജനെ ലങ്സിന്റെ ഒരു പാർഷ്യൽ പ്രഷർ വെച്ച് അബ്സോർബ് ചെയ്യാനാണ് നമ്മുടെ ലങ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫുൾ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് ഈ ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഓക്സിജനും എയറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ലങ്സിലേക്ക് കൊടുക്കും. അതിന് ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം. വീഡിയോ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു.
കേൾക്കാമല്ലേ? കേൾക്കാം. അപ്പോൾ ഇത് ഒരു വെന്റിലേറ്ററിൽ വളരെ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ കാണിച്ചാണ്. ഇതാണ് ഒരു വെന്റിലേറ്ററിന്റെ പ്രവർത്തനം. അതായത് ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എയറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നു. പേഷ്യന്റ് ശ്വസിച്ചു കഴിഞ്ഞ് തിരിച്ചുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ഈ ഫുൾ മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരാൾക്ക് പ്രാണവായുവാണ് കൊടുക്കുന്നത്. പ്രാണവായു കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഈ പറയുന്ന പോലെ വോളിയം, പ്രഷർ ഇതൊക്കെ ശ്രദ്ധിക്കണം. കൂടുതൽ പ്രഷർ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കാരണം ഈ ലങ്സിനകത്ത് കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ ലങ്സിന്റെ വളരെ സൂക്ഷ്മമായ സ്ഥലങ്ങളാണ്. അതൊക്കെ അത്ര വന്ന് ആള് പെട്ടെന്ന് എന്താണ് ഡെത്ത് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രഷർ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതേപോലെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞ് സഫീഷ്യന്റ് ആയിട്ട് ഓക്സിജൻ കിട്ടിയില്ലെങ്കിലും ലങ്സിനും അത് ബ്ലഡിനെ എഫക്ട് ചെയ്യും. ഇങ്ങനെയുള്ള കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഈ വെന്റിലേറ്റേഴ്സിന്റെ വർക്കിങ്ങിനകത്ത് ഉണ്ട്. പിന്നെ ഈ വെന്റിലേറ്റേഴ്സിനെ നമുക്ക് ഈ മെഡിക്കൽ ഉപകരണങ്ങളെ ജനറലായിട്ട് നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാം. ഒന്ന് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു അസുഖത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തഡോളജി. ഏറ്റവും സിമ്പിളായിട്ട് നമ്മളുടെ സ്റ്റെതസ്കോപ്പ്. അതൊരു ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അതായത് സ്റ്റെതസ്കോപ്പിനകത്ത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള എക്സ്റേ, CT സ്കാൻ, ഇതെല്ലാം നമ്മുടെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ്. പിന്നെ വേറൊരു കാറ്റഗറിയാണ് തെറാപ്യൂട്ടിക് ഉപകരണങ്ങൾ. അതായത് ട്രീറ്റ്മെന്റിനുള്ള ഉപകരണങ്ങൾ. നമ്മുടെ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിറിഞ്ച് മുതൽ ഈ പറയുന്ന പോലെ നമ്മുടെ ക്യാൻസറിനൊക്കെ റേഡിയേഷൻ കൊടുക്കുന്ന ലീനിയർ ആക്സിലറേറ്റർ, അങ്ങനെയുള്ള മെഷീൻ വരെയുള്ളത് ഈ തെറാപ്യൂട്ടിക് ഉപകരണങ്ങളുടെ കാറ്റഗറിയിലാണ്. അതായത് ഈ വെന്റിലേറ്റേഴ്സും ഈ ഒരു തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ആണ്. മനുഷ്യന് തെറാപ്പി കൊടുത്ത് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയാണ് ഈ വെന്റിലേറ്റർ വഴി ചെയ്യുന്നത്. ഇപ്പൊ തെറാപ്യൂട്ടിക് ഉപകരണങ്ങൾ കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള കുറെ റെഗുലേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഉപകരണങ്ങൾ ബോഡിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഗവൺമെന്റ് ഇപ്പം ഏറ്റവും ഇന്റർനാഷണലി നമ്മൾ FDA എന്ന് കേട്ടിട്ടുണ്ട്. FDA നമ്മൾ ഇന്റർനാഷണലി യൂസ് ചെയ്യുന്ന റെഗുലേഷൻസ് ആണ്. അതേപോലെ ഇന്ത്യയിൽ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കുറെ റെഗുലേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ ഒരു വെന്റിലേറ്റർ ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ പേഷ്യന്റ് റിസ്ക് ആണ്. ഈ കോവിഡ് വരുമ്പോൾ വെന്റിലേറ്റേഴ്സ് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ഇതേപോലെ തന്നെ നമുക്കറിയാം, ഈ വേറൊരു വശം കൂടെ ഞാൻ പറയുകയാണ്. ഈ നമ്മുടെ ഈ മെഡിക്കൽ എക്സ്പെൻസുകൾ, അതായത് പണ്ടൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ നമ്മൾ ഡോക്ടർ ഫീസ് കൊടുത്തു 50 രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ച് 150 രൂപയ്ക്ക് നമുക്ക് പോകാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം വളരെയധികം എക്സ്പെൻസ് കൂടും. അതായത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് നടത്തണം. പിന്നെ കൂടുതൽ ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെ നമ്മൾ ഇമേജിങ്ങോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് തെറാപ്പിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് വളരെയധികം ചെലവ് കൂടുന്നുണ്ട് നമ്മുടെ ഡേ ടു ഡേ മെഡിക്കൽ എക്സ്പെൻസിൽ. അതിന് ഈ ഉപകരണങ്ങളുടെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് അസുഖവും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ഏത് അസുഖത്തിനും തെറാപ്പി നടത്താൻ പറ്റും. പക്ഷേ ഈ വലിയ വിലയുള്ള ഉപകരണങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നെഗറ്റീവ് എഫക്റ്റും കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും
ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഈ കോവിഡിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് വെന്റിലേറ്റേഴ്സ് ആണ്. വെന്റിലേറ്റേഴ്സിന്റെ സ്കേർസിറ്റി നമുക്കറിയാം. വളരെ സാറ് പ്രസംഗത്തിൽ പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. വളരെയധികം സ്കേർസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ കുറെ ഫണ്ടൊക്കെ വഴി പുതിയ കുറെ വെന്റിലേറ്റേഴ്സ് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും. അതുകൊണ്ട് നമ്മുടെ കേരളം പോലെയുള്ള ഈ പറയുന്ന പോലെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോവിഡ് പേഷ്യൻസിന് വെന്റിലേറ്റേഴ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ വീഡിയോയ്ക്ക് അത് കണ്ടു കാണും. ഈ ഇത് കൊടുക്കുന്നതിനകത്ത് രണ്ട് രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു മാസ്ക് വെച്ച് കൊടുക്കാം. ഒരു സാധാരണഗതിയിൽ ഒരു പേഷ്യന്റിന്റെ ഒരു മാസ്ക് നമ്മുടെ മുഖത്തോട്ട് മാസ്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ആ മാസ്ക് വഴി നമുക്ക് കൊടുക്കാം. അപ്പൊ മൂക്ക് വഴിയോ വായു വഴിയോ ഒക്കെ, മൂക്ക് വഴി തന്നെയാണ്, കുറച്ച് വായു കൂടെ നമ്മൾ വെച്ചിട്ട് എത്തും. ആ രീതിയിൽ കൊടുക്കുന്ന വെന്റിലേഷൻ ഉണ്ട്. അത് നമ്മൾ സാധാരണ ഈ കൂടുതൽ ചില കേസിൽ വെന്റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസീസ് കേസിൽ, പിന്നെ ഒന്ന് സർജിക്കൽ കേസിന് യൂസ് ചെയ്യും. സർജിക്കൽ കേസിൽ സർജറി നടക്കുന്ന സമയത്ത് അനസ്തീഷ്യ കൊടുക്കാം. അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ഈ അനസ്തീഷ്യ മെഷീനും വെന്റിലേറ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ സമയം പേഷ്യന്റ് അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് മയക്കം വരും. അപ്പൊ ഈ മാസ്ക് വെച്ച് കൊടുക്കുന്നതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ഈ വായ്ക്കകത്തൂടെ നമ്മളൊരു ട്യൂബ് അകത്തോട്ട് ഇറക്കി വെക്കും. നമ്മൾ പറയുന്നത് എൻഡോട്രാക്കിയൽ ട്യൂബ് എന്നാണ്. ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എൻഡോട്രാക്കിയൽ ട്യൂബാണ്. ഈ എൻഡോട്രാക്കിയൽ ട്യൂബ് വഴി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എൻഡോട്രാക്കിയൽ ട്യൂബ് കൂടുതലും കൊടുക്കുന്നത് ഈ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലുള്ള പേഷ്യൻസിനാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സെഡേഷൻ കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വായിലിങ്ങനെ ഇത് കിടക്കുന്ന സമയത്ത് അവർക്ക് ഇറിറ്റേഷൻ വരും. അവരത് വലിച്ച് കളയാനൊക്കെയുള്ള ശ്രമങ്ങൾ കൂടുതലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൂടുതലും എൻഡോട്രാക്കിയൽ ട്യൂബ് വഴി ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന മൗത്ത് വഴി കൊടുക്കുന്നത്. ഈ കോവിഡ് കേസിൽ കൂടുതലും കൊടുക്കുന്നത് ഈ എൻഡോട്രാക്കിയൽ ട്യൂബ് വഴി ഡയറക്റ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ ആണ് കൊടുക്കുന്നത്. അത് വളരെ എഫക്റ്റീവാണ്. ഈ പേഷ്യന്റിന് ഈ വെന്റിലേറ്റേഴ്സിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കമ്പ്യൂട്ടർ കൺട്രോൾ ഉപയോഗിക്കുന്നത്. വെന്റിലേറ്റർ പല മോഡലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ചില സമയത്ത് പേഷ്യന്റിന് സെൽഫായിട്ട് ഈ ബ്രീത്തിങ് എടുക്കാൻ, ഇൻഹലേഷനും എക്സലേഷനും എടുക്കാൻ പറ്റാതെ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും, ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഈ വെന്റിലേഷൻ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റ് സ്വയം റിക്കവേർഡ് ആയിട്ട് പേഷ്യന്റിന് സെൽഫായിട്ട് എടുക്കാൻ പറ്റും എന്നൊരു സ്റ്റേജ് വന്നേക്കാം. ആ വരുന്ന സമയത്ത് ഈ വെന്റിലേറ്റേഴ്സ് അത് ഡിറ്റക്ട് ചെയ്യും. അതെങ്ങനെയാണ്, ഈ പേഷ്യന്റിന് അകത്തോട്ട് പോകുന്ന ആ ഫ്രീക്വൻസിയും പുറത്തോട്ട് വരുന്ന ആ എയറിന്റെ ഫ്രീക്വൻസിയും അതിന്റെ വോളിയം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെന്റിലേറ്റർ വിൽ ഡിറ്റർമിൻ ദാറ്റ് ദ പേഷ്യന്റ് ഈസ് ഏബിൾ ടു ബ്രീത്ത്. ഒരു സെൽഫ് ബ്രീത്തിങ് മെക്കാനിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വെന്റിലേറ്റർ. നോർമലി വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് വളരെ കുറച്ച്, വെന്റിലേറ്റർ ജസ്റ്റ് പേഷ്യന്റിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യുന്ന മാത്രമായിട്ട് മാറും. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞ മെഷീൻ വേണം. നേരത്തെ ആദ്യം കാണിച്ച ആംബു ബാഗ് എന്നുള്ള നമുക്ക് വെറുതെ ഫിസിക്കലി കൊടുക്കാനേ പറ്റുള്ളൂ. അതിനകത്ത് സെൻസിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടി വെന്റിലേറ്ററിന്റെ, ഞാനൊരു വെന്റിലേറ്ററിന്റെ ഒരു പ്രൈസ് ഫാക്ടറോട് പറയാം. നോർമലി സാധാരണ വളരെ സിമ്പിൾ ആയിട്ടുള്ള വെന്റിലേറ്റർ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1 lakh മുതൽ ഒരു 25 lakhs വരെ പ്രൈസ് ഉള്ള വെന്റിലേറ്റേഴ്സ് അവൈലബിൾ ആണ്. സാധാരണ നമുക്ക് കോവിഡിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 3.5 lakhs ലോ കോസ്റ്റ് വെന്റിലേറ്റേഴ്സ് ഉണ്ട്. സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വെന്റിലേറ്ററിന് ഒരു 7 to 15 lakhs, 7 മുതൽ 15 ലക്ഷം വരെയുള്ള രൂപയുള്ള വെന്റിലേറ്റേഴ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഇപ്പം കോവിഡ് ഒക്കെ വന്നതിന് ശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് പല പ്രോഗ്രാമും വഴിയൊക്കെ വെന്റിലേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറയാം, ഈ വെന്റിലേറ്റേഴ്സിന്റെ സേഫ്റ്റി മെക്കാനിസം. ഈ ആദ്യം ഇടയ്ക്ക് ഞാനൊരു പിക്ചർ കാണിച്ചതിനകത്ത് നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് കുറെ ട്യൂബും കാര്യങ്ങളും ഉണ്ട്, കുറെ എക്യുപ്മെന്റ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ആ കണക്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഈ പേഷ്യന്റിന്റെ വൈറ്റൽ പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യാനുള്ള ഉപകരണങ്ങളാണ്. ഈ ഓക്സിജൻ കോൺസെൻട്രേഷൻ എത്രയാണ്, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഹാർട്ട് റേറ്റ് എത്രയാണ്, പിന്നെ ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും ഈ പിന്നെ ഹാർട്ട് റേറ്റ്, പൾസ് ഓക്സിമീറ്റർ, അങ്ങനെയുള്ള എക്യുപ്മെന്റ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന പേഷ്യന്റ് വൈറ്റൽ പാരാമീറ്റേഴ്സ്. അതിന്റെ കൂടെ തന്നെ ഈ വെന്റിലേറ്ററിൽ നമ്മൾ പറയുന്നത് ഈ സെറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ, വെന്റിലേറ്ററിനല്ല ഏതെങ്കിലും പാരാമീറ്റേഴ്സിന് വേരിയേഷൻ വരികയാണെങ്കിൽ നമുക്ക് അലാം കേൾക്കും. അലാം കേട്ട് ഈ അലാം അനുസരിച്ച് ഈ വെന്റിലേറ്റർ ഓഫ് ചെയ്യാനോ, നിങ്ങൾ നേരത്തെ കേട്ട എറണാകുളത്ത് തന്നെയല്ലേ ഇടയ്ക്കൊരു ഇഷ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ എന്താണ് കൊച്ചിൻ മെഡിക്കൽ കോളേജിലെ അതെന്താണ് ഇഷ്യൂ എന്താണെന്ന് നമുക്കറിയില്ല.
കേട്ടതെന്തോ അലാം എടുത്തതിന് പേഷ്യന്റ് വെന്റിലേറ്ററിന്റെ ഒരു ഡോക്ടർ എന്തോ പറഞ്ഞു, എന്തോ പേഷ്യന്റ് വെന്റിലേറ്റർ എന്തോ പറിച്ചു കളഞ്ഞിരിക്കുകയായിരുന്നു, വെന്റിലേറ്റർ കണക്റ്റഡ് അല്ലായിരുന്നു എന്നൊക്കെ ഒരു ഇഷ്യൂയിലേക്ക് നമ്മൾ കേട്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ വെന്റിലേറ്റർ അലാം അടിച്ചുകൊണ്ടിരിക്കും. അലാം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേഴ്സിംഗ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പേഷ്യന്റിന് അകത്തോട്ട് എയർ പോകുന്നില്ല, അപ്പൊ എയറിന്റെ പ്രഷർ കുറവാണെന്ന് പറയാൻ വെന്റിലേറ്റർ അലാം അടിക്കും. ആ സമയത്ത് ഈ നഴ്സിംഗ് സ്റ്റാഫിനോ ഡോക്ടേഴ്സിനോ അത് അറ്റൻഡ് ചെയ്ത് ആ വെന്റിലേറ്റർ കറക്റ്റ് ആയിട്ട് വെക്കുകയോ പേഷ്യന്റിന് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രോബ്ലം, ഇപ്പോൾ കോവിഡ് കണ്ടീഷനൊക്കെ നമ്മളൊരു സ്റ്റെറിലൈസേഷൻ ഇഷ്യൂ വരും. ഈ ട്യൂബിങ്സ് ഒക്കെ കുറെ ട്യൂബിങ്സ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ട്യൂബിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അതൊരു ഇൻഫെക്ഷൻ ഫ്രീ ആക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പം ഇപ്പോൾ ഉള്ള പല ട്യൂബിങ്സും ഡിസ്പോസിബിൾ ട്യൂബിങ്സ് ആണ്. ഈ ട്യൂബിങ്സ് കണക്ട് ചെയ്യുകയും തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഗ്യാസ് സ്റ്റെറിലൈസേഷനോ അല്ലെങ്കിൽ ഓട്ടോക്ലേവോ അതൊക്കെ വെച്ചിട്ട് ഈ ട്യൂബിങ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻഫെക്ഷൻ ഫ്രീ ആണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അത് വേറൊരു ആവശ്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ എയറിന്റെയും ഓക്സിജന്റെയും ഒക്കെ പെർസെന്റേജ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. പിന്നെ വേറൊരു ഇതുകൂടെയുണ്ട്, വെന്റിലേറ്റേഴ്സിന്റെ ഫിൽറ്റർ ഉണ്ട്. നമുക്കറിയാം, ഒരു കോവിഡ് പേഷ്യന്റ് ശ്വസിക്കുകയാണ്. ശ്വസിക്കുന്ന സമയത്ത് എക്സൈൽ ചെയ്യുന്ന സമയത്ത് വിശ്വസിക്കുന്ന സമയത്തുള്ള ആ വായുവിലൊക്കെ ചിലപ്പം ഈ പറയുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള കോവിഡ് വൈറസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് ഹ്യൂമിഡിറ്റി കണ്ടന്റ് ഉണ്ടാവും. അപ്പം ഈ പുറത്തോട്ട് വിടുന്ന വായു ആ റൂമിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ആ റൂമിലുള്ള എല്ലാവർക്കും ഇൻഫെക്റ്റ് ആവും. പക്ഷെ വെന്റിലേറ്ററിന് അതിനുള്ള മെക്കാനിസം ഉണ്ട്. സെയിൽ ചെയ്യുന്നതിനകത്തും ഒരു നല്ലൊരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫിൽറ്റർ ഈ പറയുന്ന പോലെ എല്ലാ വൈറസിനെയും അവിടെ തടഞ്ഞു നിർത്തിയിട്ട് മാത്രമേ ഒരു പ്യുവർ എയർ മാത്രമേ പുറത്തോട്ട് വിടുന്നുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും ഒരു പേഷ്യന്റിന്റെയും ബാക്കിയുള്ള അവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും എല്ലാ സേഫ്റ്റിയും ഒരു സാധാരണ നല്ല വെന്റിലേറ്ററും ഇതെല്ലാം വളരെ നന്നായിട്ട് പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. വെന്റിലേറ്റേഴ്സിന്റെ കോവിഡിന്റെ സമയത്ത് എന്തായാലും ലോകത്ത് എല്ലായിടത്തും ലൈഫ് സേവിങ്ങിന് വളരെയധികം ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് ജനറലായിട്ട് ഞാനൊരു വളരെ അടിസ്ഥാനപരമായിട്ട് വെന്റിലേറ്റർ എന്താണ്, അതിന്റെ പ്രവർത്തനം എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 20 മിനിറ്റ് ആയി. ഞാൻ 25 മിനിറ്റ് എടുത്തു. ഇനി എന്തെങ്കിലും നമുക്ക് ഡിസ്കഷൻ വല്ലതും വേണമെങ്കിൽ ചോദിക്കാം. സാറേ, ഒരു വെന്റിലേറ്ററിൽ നിന്ന് ഒരു രോഗിക്ക് മാത്രമേ വെന്റിലേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ? അതെ അതെ, അറ്റ് എ ടൈം ഒരു വെന്റിലേറ്ററിന് ഒരു രോഗിക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കോവിഡിന്റെ സമയത്ത് അതല്ലാതെ വെന്റിലേറ്ററിന് മൾട്ടിപ്പിൾ രോഗിക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അത്രത്തോളം വിജയകരമല്ല. അതിനകത്ത് കുറെ സേഫ്റ്റി ആസ്പെക്ട്സ് ഉണ്ട്. ഇതൊരു റെക്കമെൻഡബിൾ മെത്തേഡ് അല്ല. പിന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, സുരേഷ് സാർ, താങ്ക് യു. ഇനി നന്ദി പ്രമേയത്തിനായി നമ്മുടെ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ സഹൃദയരെ, വെന്റിലേറ്റർ എന്ന മെഡിക്കൽ എക്യുപ്മെന്റിനെ പറ്റിയുള്ള വിജ്ഞാനപ്രദമായ സംഭാഷണം നമ്മുടെ വായനശാല പ്രവർത്തകർക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്ത ശ്രീ കെ സുരേഷിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇത്തരം ഓരോ സംഗതികൾ നമ്മുടെ
അവിനാഷ് നന്ദകുമാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വായനശാലയ്ക്ക് വേണ്ടി ഈ കോവിഡ് കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംഗതി. നമുക്ക് കണ്ടമാനം ആളുകളെ വിളിച്ചിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഹാളിൽ പരിമിതമായ സ്ഥലം മാത്രമുള്ള ഈ ലൈബ്രറി ഹാളിൽ കണ്ടമാനം ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമുള്ളതുകൊണ്ട് ഇത്തരം ഇങ്ങനെ സാങ്കേതിക വിദ്യ കൈവശമുള്ള ആൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണത്. അദ്ദേഹം അതിന് മുൻകൈ എടുക്കുന്നതിൽ 2 തവണയായിട്ടും അതിന് മുൻകൈ എടുക്കുന്നതിൽ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം ശ്ലാഘിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ പ്രസിഡന്റ് കം സെക്രട്ടറി കം ട്രഷറർ ആയി ഇപ്പോൾ ഈ വായനശാലയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേണൽ ഡി രാജേന്ദ്രന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ സാർ, നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഒരു നാരങ്ങ വെള്ളം ഉണ്ടല്ലോ.